എല്ലാവർക്കും നമസ്കാരം. ആഴ്ചയാട്ടിലേക്ക് സ്വാഗതം. അനിഴം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അനിഴം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. Ace of Pentacles, Hierophant, 7 of Wands, 10 of Wands, Death card, 3 of Cups. ആദ്യം തന്നെ ഏസ് ഓഫ് ഫോൺസ് ആൻഡ് ഡെത്ത് കാർഡ് എനർജി കണക്ഷൻസ് ആണ്. ബ്യൂട്ടിഫുൾ എനർജി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും ജീവിതത്തിൽ എടുക്കുന്ന ഒരു സമയമാണ്. കുടുംബ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സാമ്പത്തികം, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ജീവിതത്തിൻ്റെ പല മേഖലയിലെ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു മാസം തന്നെയാണ് ഈ ഒരു മാസം എന്ന് പറയാം. സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ജോലി സംബന്ധമായിട്ടുള്ള മാറ്റങ്ങൾ, ഇപ്പോൾ ജോലി എന്ന് പറഞ്ഞാൽ ഒരു വരുമാന മാർഗം എന്നുള്ള രീതിയിൽ, ഇപ്പോൾ ചിലപ്പോൾ ബിസിനസ് ആയിരിക്കാം, മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന സാഹചര്യവും ആയിരിക്കാം. അപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആയിട്ട് തീരുമാനമെടുത്തിട്ട് മാറ്റം വരുത്തുന്ന സാഹചര്യം. അപ്പോൾ ഗവൺമെൻറ് ജോലിക്ക് ശ്രമിക്കുന്നവർ, ഇപ്പോൾ പ്രായപരിധി അത് കഴിഞ്ഞിട്ടില്ലാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിലാഗ്രഹമുണ്ട് പക്ഷെ നിങ്ങൾ ഇന്നുവരെ അതിന് ശ്രമിച്ചിട്ടോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അത്രയും ഒരു എഫേർട്ട് എടുത്തിട്ടില്ലാത്തവരെ സംബന്ധിച്ച് എഫേർട്ട് എടുത്ത് ആ ജോലിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ PSCക്ക് ഒക്കെ എഴുതുന്നവർക്കൊക്കെ അതിന് വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ ചില ആളുകളിപ്പോൾ ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ട് കുറച്ച് സമയം 1-2 മാസം അതിന് വേണ്ടി ശ്രമിക്കുന്നതാവാം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോട് ഉള്ളത് കൊണ്ട് ഇത് മാറ്റി വെച്ചിട്ടുള്ളവരൊക്കെ അതിനുവേണ്ടി ശ്രമിക്കുന്നതാവാം. പെർമനൻ്റ് ആയിട്ടുള്ളൊരു പൊസിഷനിലേക്ക് വേണ്ടി ശ്രമിക്കുന്നവർ മത്സര പരീക്ഷകൾ കാര്യങ്ങളൊക്കെ എഴുതുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ലൈഫിൽ പല മാറ്റങ്ങൾ വരുന്ന സമയമാണ്. അപ്പോൾ ജോലി, ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജോലിയിലുള്ളൊരു മാറ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ ജോലി സ്ഥിരമായിട്ട് ഒരു 9 to 5 ജോബ് ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ അങ്ങനെ ഒരു ജോലി നിങ്ങൾക്ക് പറ്റിയതല്ല, അല്ലെങ്കിൽ അതിനൊരു മാറ്റം ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ അതിനുവേണ്ടി മുൻകൈ എടുത്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനു വേണ്ടി മുൻകൈ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങണമെങ്കിൽ ബിസിനസ് സൈഡായിട്ട് പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ജോലി, താൽക്കാലികമായിട്ട് ജോലി നിർത്തി പോകുന്നവരാവാം, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ജോലിയോടൊപ്പം തന്നെ. അപ്പോൾ പിന്നെ അതൊന്ന് പച്ചപിടിച്ച് വരുമ്പോഴത്തേക്കും ജോലിയിൽ നിന്ന് മാറാം എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നതുമാവാം. എന്തായാലും ഒരു ബിസിനസ്സിൻ്റെ സാധ്യത തെളിഞ്ഞ് കാണുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ബിസിനസ് എന്ന് പറയുമ്പോൾ വലിയ മുതൽ മുടക്കോ ആ ഒരു രീതിയിലുള്ളത് തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും സൈഡായിട്ട് തുടങ്ങുക, അതൊരു വലിയ ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു, ഒക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ബിസിനസ്സുമായിട്ടുള്ള ചെറിയ രീതിയിലും വലിയ രീതിയിലുമായിട്ടുള്ള ബിസിനസ്സിലേക്ക് പോകാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ലോൺ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിരുന്നവർക്ക്, ലോൺ എന്ന് പറയുമ്പോൾ ബിസിനസ് സംബന്ധമായിട്ടുള്ളൊരു തുക കാണിക്കുന്ന, ഒരു വലിയ തുക ലോൺ എടുക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ബിസിനസ്സും വീട് വയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ലോൺ എടുക്കുന്നതിനും ഒക്കെയുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ കാര്യങ്ങൾ ഒക്കെ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ്, എഴുത്തുകുത്തുകൾ കാര്യങ്ങളൊക്കെ റെഡി ആവുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, പുതിയതായിട്ട് ഈ ഒരു മാസം വീട് വയ്ക്കുന്ന തീരുമാനങ്ങൾ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. ഇത് നേരത്തെ തീരുമാനിച്ച കാര്യങ്ങൾക്കുള്ള, അത് നേരത്തെ പ്രവർത്തിച്ചതിൻ്റെ ഫലം കാണുന്നു എന്നുള്ളതാണ്. അതേപോലെ ഹൈറഫൻ്റ് ആൻഡ് 10 of Wands എനർജി കണക്ഷൻസ് ആണ്. കുടുംബത്തിൽ കുടുംബ അന്തരീക്ഷത്തിലൊരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുകയാണ് നിങ്ങൾ ഫാമിലിയായിട്ട് ബന്ധപ്പെടുത്തി. അതായത് ഫാമിലി, ഇവിടെ പണമിടപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്നുകിൽ അച്ഛനമ്മമാരെ മക്കളും തമ്മിലുള്ള ഒരു സാഹചര്യം, ഇപ്പോൾ മക്കൾ ഇന്ന ആളുടെ കൂടെയാണ് നിൽക്കുന്നത് എന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ വീട് ആർക്കാണോ കിട്ടുന്നത് അപ്പോൾ ആ ആൾ അച്ഛനമ്മമാരെ നോക്കുന്നതോ, അങ്ങനെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള നാട്ടിലത്തെ രീതി വെച്ചിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പാരൻസുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ പാരൻസുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതായത് ഒരു എന്താ പറയുക, പ്രാരബ്ധം അല്ലെങ്കിൽ ഒരു ഭാരമാണ് എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു എനർജി പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ ഒന്നുകിൽ ഒരാൾ ചിലപ്പോൾ വിദേശത്തായിരിക്കും, നിങ്ങളോ നിങ്ങളുടെ സഹോദരങ്ങളോ ബ്രദറോ സിസ്റ്ററോ,
അപ്പോൾ പാരൻസിൻ്റെ സിറ്റുവേഷൻ, പാരൻസിനെ ആരും നോക്കും, അങ്ങനത്തെയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വഴക്കുകളോ ആ രീതിയിലുള്ള സംസാരങ്ങളോ ഉണ്ട്. ഇതിൽ സാമ്പത്തികം ഇടപെട്ടിട്ടുള്ളതായിട്ട് കാണുന്നു. കാരണം ഒരുപക്ഷെ ഈ പാരൻസും പണം അല്ലെങ്കിൽ സ്വത്ത്, വീട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് അനിവാര്യമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. പക്ഷെ പാരൻസിനെ നോക്കുന്ന സിറ്റുവേഷൻസ് വരുമ്പോൾ വേറെ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജി കണക്ഷൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു മൂന്നാമതൊരു തേർഡ് പാർട്ടി, അത് നിങ്ങളുടെ ഏതെങ്കിലും അടുത്ത ബന്ധുവായിരിക്കും, മറ്റാരെങ്കിലും അത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരാളുമായിട്ടുള്ള ചർച്ച, കാര്യങ്ങളൊക്കെ ഈ ഒരു മാസത്തിൽ സംഭവ്യമാകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതേപോലെ ഹെയറോഫൻറ്റും 3 of Cups എനർജി കണക്ഷൻസ് ആണ്. പല ചർച്ചകൾ, കാര്യങ്ങൾ ഫലം കാണുന്നുണ്ട്. ഇത് കുടുംബ വഴക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സാഹചര്യമല്ല. അത് ജോലി സംബന്ധമായിട്ട് മറ്റെന്തെങ്കിലും തരത്തിൽ, ഇപ്പോൾ യൂണിയൻ പ്രശ്നങ്ങൾ, ഇപ്പോൾ സ്ട്രൈക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് സ്ട്രൈക്ക് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്ട്രൈക്ക് നിങ്ങളെ ബാധിക്കുന്ന സ്ട്രൈക്കുകൾ, കാര്യങ്ങൾ, ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവരാണ്, അപ്പോൾ അതിലേക്ക് പ്രൊഡക്ട്സ് സപ്ലൈ ചെയ്യുന്ന ആ വിഭാഗത്തിൽപ്പെട്ടവരുടെ എന്തെങ്കിലും സ്ട്രൈക്ക് ഉണ്ട്, അപ്പോൾ നിങ്ങളെ അത് ബാധിക്കുന്നു, അങ്ങനെ വരുന്നൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ സ്ട്രൈക്കാണ്, അപ്പോൾ ജോലിയെ ബാധിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം ഒത്തുതീർപ്പാക്കുന്നതിൻ്റെ ഒരു തൃപ്തിയും സന്തോഷം അത് പറഞ്ഞു ഒതുക്കുന്നുണ്ട്. കോമ്പൻസേഷനും കാര്യങ്ങളൊക്കെ റെഡി ആവുന്ന ഒരു എനർജി ഉള്ളത് കൊണ്ട് തന്നെ ഇതും ഒരു തൃപ്തികരമായിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള സന്തോഷം, ആഘോഷമാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഒത്തിരി നല്ല സമയമാണ്. അപ്പോൾ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ പഠിക്കുന്ന കുട്ടികൾ തന്നെ ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കോഴ്സ് ചെയ്യുന്നുണ്ട്, പഠിക്കുകയാണ്, വിദ്യയാണല്ലോ അത്, എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ കോഴ്സോ കാര്യങ്ങൾ സൈഡായിട്ട് ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ അല്ലാതെ ഓരോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നല്ല വിജയസാധ്യതകൾ കാണിക്കുന്ന സമയമാണ്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഇവിടെ ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകം സോഴ്സ് മാറുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സൈഡായിട്ട് ചെറിയ ബിസിനസ്, ഇവിടെ ഒരു ബ്യൂട്ടി പാർലർ സാഹചര്യം, കോസ്മെറ്റോളജി, കോസ്മെറ്റിക്സ്, അതുപോലെയുള്ള മേഖല, വസ്ത്ര വ്യാപാര രംഗം, സൗന്ദര്യവർദ്ധകവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള രീതികളിൽ, കാര്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് ഒരു ബിസിനസ്സിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ജോലി നിർത്തി സ്വന്തമായിട്ടൊരു പാർലർ തുടങ്ങുന്നുണ്ടാവാം. അതിനുള്ളൊരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്ന ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അതുപോലെ തന്നെ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിങ്ങളൊരു വീട്ടമ്മയായിരിക്കും, ഇപ്പോൾ അത് സൈഡായിട്ട് നിങ്ങൾ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ ബേക്കിംഗ്, കേക്ക് ബേക്കിംഗ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പാർലർ, ബ്യൂട്ടീഷ്യൻ കോഴ്സസ് പഠിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഇങ്ങനെയുള്ള കോഴ്സസ് പഠിച്ച് സ്വന്തമായിട്ട് അത് ചെയ്തു തുടങ്ങുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ. അതേപോലെ 7 of Wands ഡെത്ത് കാർഡാണ്. റിട്ടയർമെൻറ്റ് ഫേസിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചും ഇതൊരു നല്ലൊരു സമയമാണ്. അതേപോലെ തന്നെ നിങ്ങൾ കുറച്ച് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ ഇനി ലൈഫ്, പലപ്പോഴും പല ആളുകളും റിട്ടയർമെൻറ്റ് കഴിയുമ്പോഴത്തേക്ക്, റിട്ടയർ ആയി കഴിയുമ്പോൾ ലൈഫ് ഇവിടെ തീർന്നു, ജോലി തീർന്നു, ഇനി എന്ത് എന്നുള്ള ചിന്തിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ അതിൽ പതിവിൽ വിപരീതമായിട്ട് നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക് ഇനിയുള്ള ലൈഫ് എങ്ങനെ ജീവിക്കണം എന്നുള്ളത്, ഇനിയും ലൈഫ് ബാക്കിയുണ്ടെന്നുള്ളൊരു ചിന്തയാണ് ആദ്യം വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും, നിങ്ങൾക്ക് എന്നും രാവിലെ മുതൽ വൈകുന്നേരം വരെ ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണെന്നൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഏതെങ്കിലും കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതോ, ജോലി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു പാഷൻ, അതൊരു വരുമാന മാർഗ്ഗം, അങ്ങനത്തെ രീതിയിലൊക്കെ നിങ്ങൾക്ക് ആ ഒരു രീതിയിലേക്കൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുകയാണ് എന്നുള്ളതാണ്. അതേപോലെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ സ്വയമേ എല്ലാത്തിനും ഒരാൾ കൂടെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി സ്വയമേ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ചുരുക്കം ചില ആളുകളിലാണ്, എല്ലാവരിലും അല്ല, പ്രായമായിട്ടുള്ള, അപ്പോൾ നിങ്ങളെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നോക്കി നടത്തിയിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കാം. ആ വ്യക്തി ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടാവില്ല എന്നുള്ളത് അത് നിങ്ങൾക്ക് മനസ്സിലായൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ എല്ലാം കുറേശ്ശെ ചെയ്യുകയാണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങളുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞു തന്നിരുന്ന വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ സ്വയം ചെയ്യാനുണ്ട്, എന്നിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുമായിരുന്നു എന്നുള്ളത്, എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് ആ വ്യക്തി എന്ന് മനസ്സിലാക്കുന്നതും ഒക്കെ, അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാൻ തുടങ്ങുന്ന സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. ഇത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് ബാധകമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.